സീരിയൽ താരം ദിലീപ് ശങ്കറെ മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണ കാരണം വ്യക്തമല്ല. മുറിയിൽ നിന്നും ദുർഗന്ധം വമിച്ചതോടെ ജീവനക്കാർ മുറി തുറന്നു നോക്കുകയായിരുന്നു. മെഡിസിൻസ് ഒക്കെ എടുക്കാതിരിക്കുന്ന അവസ്ഥയിൽ പുള്ളി വല്ലാത്ത അവസ്ഥയെ കാണുമ്പോൾ നമ്മൾ പറയുമായിരുന്നു പുള്ളിയോട് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ. പക്ഷേ പുള്ളിയുടെ ഭാഗത്തുനിന്നൊരു കെയർലെസ്നെസ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതാണൊരു അങ്ങനെയൊന്നുമില്ല. അങ്ങനെ പുള്ളി വർക്കിന് വരുമ്പോഴും ബാക്കി എല്ലാവരോടും വളരെ നന്നായിട്ട് പെരുമാറുന്ന ആളായിരുന്നു. നല്ലൊരു ആർട്ടിസ്റ്റായിരുന്നു. ഈ ശാരീരിക പ്രശ്നം എന്താ പറയുക, ഈ അസുഖമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് നമുക്ക് അറിയാവുന്ന കാര്യം. ഇന്നില്ലായിരുന്നു, നാളെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇല്ലായിരുന്നിട്ട് കൂടി നമ്മുടെ കൺട്രോളർ വന്നിട്ട് പുള്ളിയെ നേരിട്ട് 2 ദിവസമായിട്ട് വിളിച്ചിട്ടെടുക്കാത്തതുകൊണ്ട് നേരിട്ട് വന്ന് കണ്ട് സംസാരിക്കാനായിട്ട് വന്ന പറഞ്ഞു. എൻ്റെ പേര് മനോജ്. VS അനുരാഗ് ഉണ്ട് വിവരങ്ങളുമായിട്ട്. അനുരാഗ്, ഈ മരണ കാരണം വ്യക്തമല്ല അല്ലേ? ശരി, അനുരാഗിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ ഈ സീരിയൽ താരം വളരെ സുപരിചിതനാണ് ഇദ്ദേഹം, ദിലീപ് ശങ്കർ. അദ്ദേഹത്തെയാണ് മരിച്ച നിലയിൽ ഇപ്പോൾ തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിൽ കണ്ടെത്തിയിരിക്കുന്നത്. മരണകാരണവും വ്യക്തമല്ല. VS അനു ചേരുന്നുണ്ട്. അനു, മരണ കാരണം വ്യക്തമല്ലല്ലേ? 11 മണിയോട് കൂടിയാണ് ദിലീപ് ശങ്കറിനെ ഈ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വാൻഡ്രോസ് ജംഗ്ഷനിലെ സ്വകാര്യ ഹോട്ടലാണ്. നമുക്കറിയാം, ഇവിടെ ഒരു സിനിമാ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഒരു 2 ദിവസം മുൻപ് റൂം എടുത്തത്. ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന് ഷൂട്ടിങ്ങും ഉണ്ടായിരുന്നു എന്ന് സംവിധായകൻ പറയുന്നുണ്ട്. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു, അല്പസമയം മുൻപ് നമ്മളോട് പ്രതികരിച്ചതാണ്. 2 ദിവസം മുൻപ് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഹോട്ടൽ മുറിയിലേക്ക് തിരിച്ചെത്തിയതാണ്. ശാരീരിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എന്തോ അസുഖങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു എന്ന് അദ്ദേഹം നമ്മളോട് പറയുന്നു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിശ്രമത്തിലായിരുന്നു. 2 ദിവസമായി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല, നിരന്തരം വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രകൃതം, ഇത്തരത്തിൽ ഫോൺ വിളിച്ചാൽ സമയത്ത് എടുക്കാത്തൊരു പ്രകൃതം ഉള്ളതുകൊണ്ട് തന്നെ ആരും ഒരു സംശയിച്ചില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ ഇന്ന് ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ വിളിക്കാനായി അണിയറ പ്രവർത്തകർ ഇവിടേക്ക് എത്തിയപ്പോഴാണ് അദ്ദേഹം മുറി പൂട്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം കണ്ടത്. അങ്ങനെ ഈ മുറിയുടെ പരിസരത്തേക്ക് പോകുമ്പോൾ ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ജനൽ തുറന്ന് നോക്കിയത്. അപ്പോൾ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുകയും പോലീസ് എത്തി ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ദുരൂഹതയില്ല എന്നുള്ളതാണ് ഈ സുഹൃത്തുക്കൾ പറയുന്നത്. കരൾ സംബന്ധമായ അസുഖം ഉണ്ടായിരുന്നു, സമയത്തിന് മരുന്ന് കഴിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അത്